വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി നിലകൊള്ളുക അല്ല വേണ്ടത്, അത് പ്രാവർത്തികമാക്കുകയും കൂടെ വേണം. എന്താണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് 1-2 വാഗ്ദാനങ്ങൾ തന്നിരുന്നു. അന്ന് പലരും അതേപോലെ അതങ്ങ് വിശ്വസിച്ചു. എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ലോകോത്തര മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അങ്ങനെ എന്തൊക്കെയോ. പക്ഷെ സംഭവിച്ചതോ സംഭവാമി യുഗേ യുഗേ. അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട്. 2018 അദ്ദേഹം കുറിച്ച പോസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ആലപ്പുഴയിൽ ആദ്യം പുതുക്കി പണിയുന്നത് ജില്ലാ കോടതി പാലമാണ്. 98 കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ കോടതിയിലുള്ള പാലം പുതുക്കി പണിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓർക്കണം, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് 2020 ഇതിന്റെ പണി തീർക്കുകയെന്ന്. പോട്ടെ, 2020 കോവിഡ് മഹാമാരിയിൽ കേരളം മുങ്ങി നിൽക്കുമ്പോൾ എന്ത് പാലം പണിയല്ലേ, വിട്ടുകള. കോവിഡ് കഴിഞ്ഞിട്ട് ഏകദേശം 4-5 കൊല്ലം കഴിയുന്നു. ജില്ലാ കോടതിയുടെ അടുത്തുള്ള പാലം ഇപ്പോഴും പഴയത് തന്നെയാണ് സുഹൃത്തുക്കളെ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഐസക് സാറേ. ഈ ആലപ്പുഴയുടെ കായൽ കനാലിന്റെ അരികത്തുകൂടെ മൂക്ക് പൊത്താതെ ആർക്കെങ്കിലും നടക്കാൻ സാധിക്കുമോ? അതിനുള്ള പരിഹാരം പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ജില്ലാ കോടതി പാലത്തെ KSRTC, വാട്ടർ ട്രാൻസ്പോർട്ട്, ഇറിഗേഷൻ യാർഡ് എന്നിവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മൊബിലിറ്റി ഹബിനോട് കൂടി ചേർത്ത് ആലപ്പുഴ ഏറ്റവും സുന്ദരമായ ഒരു മേഖലയായി കാണാൻ പോകുകയെന്നൊക്കെ. എന്തൊക്കെയായിരുന്നു, എത്ര മനോഹരമായി നടക്കാത്ത ആഗ്രഹങ്ങളല്ലേ ദാസ. എന്നിട്ട് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ തന്ത്രവുമായി അടുത്തതായി എത്തിയിട്ടുണ്ട്. ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. അത് തന്നെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പുതിയ തന്ത്രം. 7000 കോടിയുടെ വികസനമാണ് പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഒരു കാര്യം ഓർക്കണം, ഈ കേൾക്കുന്നവർ പൊട്ടന്മാരല്ല. ഇക്കുറി പത്തനംതിട്ടക്കാരിൽ നിർഭാഗ്യവശാൽ താങ്കൾ മറ്റും ജയിച്ചാൽ ആ നാടിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് മനുഷ്യനെ പൊട്ടനാക്കുന്ന വാഗ്ദാനങ്ങൾ. ഈ ഇലക്ഷൻ തന്ത്രങ്ങൾ മാറ്റി നിർത്തി നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ബഹുമാനപ്പെട്ട തോമസ് ഐസക് ജനങ്ങൾക്ക് ഉറപ്പ് നൽകൂ. താങ്കൾ 3 പ്രാവശ്യം അവിടുത്തെ MLA ആയി, അതുപോലെ 3 പ്രാവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ഇതാണോ താങ്കൾ പറഞ്ഞ നേട്ടം? താങ്കൾ ഒരു കാര്യം ഓർക്കുക, ധനകാര്യം ഏറ്റെടുത്ത സമയത്ത് താങ്കൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു. താങ്കൾ ഏതിന്റെ ഡോക്ടറേറ്റ് ആണ് എടുത്തിട്ടുള്ളത്? കള്ളത്തരത്തിന്റെയാണോ അതോ പൊങ്ങച്ച പഠിക്കുന്നതിന്റെയോ? അതുമല്ലെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള ഡോക്ടറേറ്റ് ആണോ? എന്തിനെയാണെങ്കിലും ജനം മണ്ടന്മാരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ്.